ഞാൻ വരാം. സുഭാഷ് ബാബു സർ, ഇന്ന് പാലായിൽ മെഫെൻടെർമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷൻ്റെ 300 പാക്കറ്റുകൾ എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. മനസ്സിലായത് ഹൃദയ ശസ്ത്രക്രിയ സമയത്ത് രക്തസമ്മർദ്ദം താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ഈ മെഫെൻടെർമിൻ സൾഫേറ്റ് ഇഞ്ചക്ഷൻ എന്നാണ്. ഈ കഞ്ചാവ് പോലെ അല്ലെങ്കിൽ കഞ്ചാവിനോട് ചേർന്ന് നിൽക്കുന്ന രാസപദാർത്ഥങ്ങൾക്ക് പകരമായി ലഹരിക്കായി ഈ മരുന്ന് ഉപയോഗിക്കുന്നു. ഇത് വരുത്തിയതാകട്ടെ ഈ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടാണ് ഈ മരുന്ന് വരുത്തുന്നത്. 140 രൂപയുള്ള വിലയുള്ള മരുന്ന് 500 രൂപയ്ക്കാണ് ഇത് വിറ്റഴിക്കുന്നതിൻ്റെ അകത്തൊരു കച്ചവടം നടക്കുന്നുണ്ട്. പാലായിൽ എക്സൈസ് ഇവരെ പിടികൂടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-10 വർഷങ്ങൾ, ഒരു 5 വർഷം എടുത്താൽ മതി, കേരളത്തിൽ ലഹരിയുടെ തോത് ഇത്രയും അപകടകരമായ രീതിയിൽ അത് സർവ്വസാധാരണമായി മാറിയത്, പ്രത്യേകിച്ച് ഈ രാസലഹരി കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇത്രയും എത്തിയത് ഈ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. അവിടെയും നമുക്ക് പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്, കേരളത്തിനൊരു ആഭ്യന്തര വകുപ്പുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് പിന്നീട് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ കൈകളിലേക്ക് MDMA പോലെയുള്ള രാസലഹരികൾ എത്തുന്നത്? അത് ഏത് സംവിധാനത്തിൻ്റെ പോരായ്മ കൊണ്ടാണ്? പൊതുവിൽ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന അപജയമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം പണ്ടൊക്കെ കുട്ടികളെ വീട്ടിനുള്ളിൽ നിന്ന് സ്വഭാവ സംബന്ധമായിട്ട് സ്വഭാവശുദ്ധിയും മറ്റു രീതിയിലുള്ള പെരുമാറ്റങ്ങളും അവർ പഠിപ്പിച്ചു കൊടുത്താൽ അവർ കേൾക്കുകയും അത് ശീലിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ശീലിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പുതിയ ജനറേഷനായി, അതുപോലെ തന്നെ ഈ നമ്മുടെ ഇലക്ട്രോണിക് മീഡിയയുടെ കൂടുതൽ ആവിർഭാവത്തോടുകൂടി അതിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുകയും അതോടുകൂടിയിട്ട് എന്താണെന്ന് പറയുക, പ്രായമുള്ള ആളുകളൊക്കെ വിവരമില്ലാത്ത ആളുകളും ഞങ്ങളാണ് മിടുക്കരും, ഞങ്ങൾക്കാണ് ആധുനിക രീതിയിലുള്ള വിവര സാങ്കേതിക വിദ്യകൾക്ക് പരിചയമുള്ള, അതുകൊണ്ട് ഞങ്ങളാണ് മിടുക്കരെ എന്നുള്ളൊരു ധാരണ. അതുകൊണ്ട് പഴയ ആളുകൾ രക്ഷിതാക്കളെ അവർ കേൾക്കാനോ അല്ലെ അനുസരിക്കാനോ തയ്യാറല്ല. കാരണം അതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അവർക്ക് ഈ നെറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ അവർ കിട്ടുമ്പോൾ അവർ അതേ മാത്രം ആശ്രയിക്കുന്നത്, അല്ലാണ്ട് നമ്മുടെ മൂല്യാധിഷ്ഠിത ജീവിതമൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് പ്രശ്നമില്ല. അത് നമ്മൾ മാറ്റി വരണമെങ്കിൽ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിൽ ഈ കാര്യം തിരിച്ചറിയാൻ, ഇപ്പം മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ മണത്തറിയാൻ പറ്റും. ഇപ്പം മറ്റു രീതിയിലുള്ള മയക്കുമരുന്ന്, പ്രത്യേകിച്ച് കെമിക്കൽ ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം എന്താണെന്ന് ആർക്കുമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിയെ വളരെ, ആരായാലും ശരി, അവരെ വളരെ ശ്രദ്ധിച്ച് എല്ലാ ദിവസവും അവരെ ഒബ്സർവ് ചെയ്യുകയും അവരോടൊപ്പം സംസാരിക്കുകയും അവരുടെ ഓരോ ചലനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്ത്, അതായത് കീൻ ഒബ്സർവേഷൻ, വളരെ കൂലങ്കഷമായി അവരെ നിരീക്ഷിച്ച് അവരുടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അവരുടെ സ്വഭാവത്തിലെ വ്യതിയാനങ്ങൾ, അവരുടെ ഊർജ്ജസ്വലതയിലുള്ള മന്ദഗതി അല്ലെങ്കിൽ ഊർജ്ജസ്വലതയുടെ അധികരിച്ച ആവിർഭാവം, ഇതിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്തോ ഒരു തകരാറുണ്ട് എന്ന് തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ ഇതേമാതിരിയുള്ള പരസ്പര ബന്ധങ്ങളും സംസാരവും അതേമാതിരി ഒന്നിച്ച് കൂട്ടിച്ചേരലും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആ രീതിയൊക്കെ പോയി. അതുകൊണ്ട് ഓരോരുത്തർ ഓരോ തുരുത്താണ്. ആ തുരുത്തിലിരുന്നു കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. മറ്റാൾക്ക് ആ തുരുത്തിലേക്ക് പ്രവേശനമില്ല. അതിൽ കയറി ചെല്ലാൻ പോയാൽ പോലും എതിർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവർക്ക് ആർക്കും ആരെയും പരസ്പരം മനസ്സിലാക്കാനും സ്വഭാവം എന്താണെന്ന്, അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണെന്നോ ശരീരഭാഷയിൽ വരുന്ന വ്യത്യാസം എന്താണെന്നോ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് പ്രധാനമായിട്ട് ഇതുണ്ടാവുന്നത്. പിന്നെ ഇനി ഇത് എന്താ പറയുക, ഈ കൂട്ടായ്മകൾ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ കോളേജ് സ്കൂളുകളിലൊക്കെ മുമ്പ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും അവരെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ ബാലാവകാശ കമ്മീഷനായാലും വിദ്യാഭ്യാസ വകുപ്പായാലും ഈ കുട്ടികളെ ശിക്ഷിക്കുന്നതിനും കുട്ടികളെ ശകാരിക്കുന്നതിനും ഒക്കെ എതിരെ വളരെ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ, അത് കുറേ രക്ഷിതാക്കളുമുണ്ട് അതിൻ്റെ ഭാഗം. അത് വന്നതോടുകൂടി രക്ഷിതാക്കൾ, അപ്പോൾ ഈ രക്ഷിതാക്കൾ കുട്ടികളെ നന്നാവും അല്ലെങ്കിൽ നന്നാക്കാൻ വേണ്ടി സ്കൂളിലേക്ക് അയക്കുന്നു എന്നുള്ള ധാരണയിൽ അവിടെ ഇരിക്കും. പക്ഷേ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് ഇത് നോക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ നോക്കിയാൽ തന്നെ ഏതെങ്കിലും അധ്യാപകർ നോക്കിക്കഴിഞ്ഞാൽ അവർ ക്രിമിനൽ കേസ് പ്രതികരാണ്, അല്ലെങ്കിൽ അവരെ രക്ഷിതാക്കൾ ചെന്ന് ചീത്ത പറയുകയും സ്കൂളിൽ നിന്ന് മാനേജ്മെൻറ്റ് അവരുടെ പേരിൽ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി അവിടെ ഈ നന്നാക്കൽ പ്രക്രിയ യഥാർത്ഥത്തിൽ നടക്കേണ്ട, സ്വഭാവ രൂപീകരണം യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് പ്രൈമറി, മിഡിൽ സ്കൂൾ, ഹൈസ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് അതിന് ഒരു മൂല്യച്യുതി സംഭവിച്ചു പോയതാണ് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടൊക്കെ കുട്ടികളുടെ ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അധ്യാപകരതിനകത്ത് ഇടപെട്ടിരിക്കും
ഇപ്പം മയക്കുമരുന്ന് ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ കുട്ടികൾ അനാശാസ്യമായ രീതിയിൽ പ്രവർത്തിയാൽ പോലും അവരന്വേഷിച്ചാൽ നിങ്ങളാരാ ചോദിക്കാൻ എന്ന് ചോദിക്കും. അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കുന്ന സംവിധാനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളത്. പിന്നെ ഇതെങ്ങനെ നന്നാവണം, എവിടെ നിന്ന് നന്നാവണം, ആര് നന്നാക്കണം, ആരാണ് ഈ സ്വഭാവ മൂല്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അതിന് നമുക്ക് സാധിക്കുന്നില്ല. കുട്ടികളെ സംബന്ധിച്ചോളം എനിക്കെന്തെങ്കിലും ഒരു കാര്യം വേണ്ട എന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ ഉയർന്നു വരാൻ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഇതേ രീതിയിലുള്ള കൂട്ടുകൂടലിലും ഈ സന്തോഷ സാഹചര്യങ്ങളെ തിരക്കി പോകാനുള്ള ഇതുണ്ടാവുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് ഒരു 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെ വേണേൽ 25 വയസ്സ് വരെയുള്ള ആളുകളെ നോക്കുക. അവരാണ് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. എന്ത് കണ്ടാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കണം, ആസ്വദിക്കണം, സന്തോഷിക്കണം എന്ന് പറയുന്ന ഒരേ ഒരു വിചാരം മാത്രം അവരുടെ മുമ്പിലുള്ളപ്പോൾ അവർ എവിടെ കിട്ടുന്നോ, ആരിൽ നിന്ന് കിട്ടുന്നോ അവരിലേക്ക് പറ്റിച്ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയും അടിമപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ പ്രധാന ഘടകം. അപ്പോൾ ഇത് പ്രധാനമായിട്ട് എന്താ പറയുക, മയക്കുമരുന്ന് വ്യാപാരം നടത്തേണ്ടത് അതിന് പണം മുടക്കുന്ന ആളുകളുടെ ആവശ്യമാണ്. ഇതിന് ലാഭം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പുതിയ ആളുകളെ കണ്ടുപിടിക്കണം. പുതിയ പണ്ടൊക്കെ ഈ മദ്യത്തിനൊക്കെ അടിക്കാൻ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളുപിടിച്ച് പരസ്പരം പറഞ്ഞു കൂടി. ഇതല്ല, ഇത് വ്യാപാരം ചെയ്യുന്ന ആളുകൾ തന്നെ അവർക്ക് കസ്റ്റമേഴ്സിനെ, അവർക്ക് ഉപഭോക്താക്കളെ ഉണ്ടാക്കിക്കൊണ്ടുവരാനൊരു സംവിധാനം ഇവിടെ പ്രധാനമായിട്ട് വളരെ വ്യാപകമായിട്ട് അവർ വളരെ ശുഷ്കാന്തിയോട് കൂടിയിട്ട് പ്ലാനിങ്ങോടുകൂടി നടത്തപ്പെടുന്നത് കൊണ്ട് എന്താണ്, ഒരാളുണ്ടായ കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ടത് 10ഉം ആ 10 100ഉം ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇത്ര വ്യാപകമായിട്ട് ഇത് കൂടാനുള്ള കാരണം. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത്രയും വ്യാപകമായിട്ട് കുറേ നാളൊക്കെ പോലീസും എക്സൈസും ഒക്കെ ഉറക്കം തൂങ്ങലായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനാൽ ആരും ശ്രദ്ധിക്കാറില്ല, ആ വഴിക്ക് പോകാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തൊക്കെയോ ഒരുപാട് ജോലികളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എക്സൈസിന് ഒരുപാട് പരിമിതികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ സംവിധാനങ്ങളിലൊന്നും അവർക്ക് ഇൻവെസ്റ്റിഗേഷനോ ഡിറ്റക്ഷനോ സാധ്യമല്ല. അവർക്ക് അതിനകത്ത് വളരെ സൗകര്യങ്ങളുമില്ല. പോലീസിനെ സംബന്ധിച്ചോളം പോലീസ് 100 കാര്യങ്ങൾ ചെയ്യുന്നിടയിൽ ഈ എക്സൈസുകാർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേമാതിരി മയക്കുമരുന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ പോലീസ് പണ്ട് പോലീസാണ് എക്സൈസിനേക്കാൾ കൂടുതൽ ഈ മയക്കുമരുന്ന് നോക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യുമോ, ഇത് എക്സൈസിന് ഒരു സൗകര്യങ്ങളുമില്ല, സ്റ്റാഫ് അതായത് അവിടുത്തെ ആവശ്യമായിട്ടുള്ള ജീവനക്കാരുമില്ലാത്ത അവരുടെ തലയിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റും. ഏതാണ്ട് 50,000-56,000 പോലീസ് ഉണ്ടായിരിക്കുമ്പം എക്സൈസുകാരെ എൻ്റെ അറിവത്തിൽ 10,000-15,000 എക്സൈസുകാരാണ് ആകെ ഉള്ളതെന്നുള്ള മാക്സിമം അത്രയേ ഉള്ളൂ. അത് തന്നെ അവരുടെ എല്ലാം വേക്കൻസിയാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ വളരെ ജാഗരൂകരായിട്ട് വളരെ ഊർജ്ജസ്വലമായിട്ട് പൗരന്മാരുടെ, അതായത് സാധാരണ ജനങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ഇതിനൊരു ശരിക്ക് നമ്മളെന്താ പറഞ്ഞാലോ ഒരു നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്, അത് അങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഇതെന്താണെന്ന് പറയുക, വാർ അഗൻസ്റ്റ് നാർക്കോട്ടിക്സാണ്. ഇതിനൊരു യുദ്ധമാണ് ശരിക്കും ചെയ്യേണ്ടത്. ഇതിപ്പം അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് യുദ്ധം ചെയ്താണ് ഇത് ഒഴിവാക്കണമെന്ന് പറയുന്നത് നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സിലബസ് തന്നെ ഞാനൊക്കെ 1990കളിലാണ് ഇതിൻ്റെ ഒരു വ്യാപകമായിട്ട് പഠനവും അതേമാതിരി നമ്മളിതിന് ഡിറ്റക്ഷന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലീസ് പിടിക്കുന്നു എന്ന് വിചാരിച്ചു. നേരത്തെ ഹർഷൻ ചോദിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ പ്രതിബന്ധം. ഈ പോലീസ് പിടിക്കുന്ന അവസരത്തിൽ ഭയങ്കര നൂലാമാലയാണ് ഈ കേസ്. സാധാരണ മാതിരിയുള്ള ഏതെങ്കിലും നടപടിക്രമത്തിൽ ഒരു വീഴ്ച വരുത്തുകയോ ഇതിനകത്ത് CC ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അനാവശ്യമായിട്ട് ഒരുപാട് ഗസറ്റഡ് ഓഫീസർ വേണം, മറ്റേത് വേണം, ഇവനെ അത് ചെയ്യണമെങ്കിൽ ഇന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ പറ്റുള്ളൂ, ഇവനെ തടഞ്ഞു നിർത്താനേ പാടുള്ളൂ, മറ്റു ഉദ്യോഗസ്ഥന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നടക്കുന്ന കാര്യമാണ് ഇത്. അതുപോലെ തന്നെ ഇതിനകത്ത് എവിടെയെങ്കിലും ഇത് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ എവിടെയെങ്കിലും ഒരു ന്യൂനത വന്നു കഴിഞ്ഞാൽ കോടതി അവനെ വിടും, ജാമ്യം കൊടുക്കാം. അതിനകത്ത് സ്മാൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. അപ്പോൾ മീഡിയം ക്വാണ്ടിറ്റി വരണമെങ്കിൽ തന്നെ ഇപ്പം MDMA പോലുള്ള കെമിക്കൽ ഡ്രഗിനൊക്കെ അളവ് കുറവാണ്. പക്ഷേ കഞ്ചാവൊക്കെ പണ്ട് ഇത് കുറവായിരുന്നു. അതായത് 25 ഗ്രാം 20 ഗ്രാം ഉണ്ട്, 20 പിന്നെ 50, ഇപ്പോൾ ഒരു കിലോ വരെ പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, ആ 1 കിലോ എത്താത്ത രീതിയിൽ ഇഷ്ടം പോലെ കൊണ്ടുപോകാം. 1 കിലോ എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി ഒന്നും. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ കഞ്ചാവ് പ്രോസസ്സ് ചെയ്യുന്ന പഴയ മാതിരിയല്ല. ഈ കഞ്ചാവിനകത്ത് തന്നെ ഇതേമാതിരിയുള്ള കെമിക്കൽ ഡ്രഗുകളും മറ്റ് ഡ്രഗുകളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഇത് പ്രോസസ്സ് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറുതായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര കിക്കാണ്.
അപ്പം ഈ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ പണ്ടൊന്നും എവിടെയും തൂങ്ങി എവിടെയും കിടക്കുക എന്നല്ലാണ്ട് അക്രമാസക്തമാവില്ല. ഇപ്പം കഞ്ചാവ് അടിക്കുന്നവനെ ഏറ്റവും വലിയ അക്രമയാവുന്നത് എനിക്ക് മനസ്സിലാവില്ല ഇതൊക്കെയാണ്. നല്ല കഞ്ചാവ് വലിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അവർ പറയുന്നത് നല്ല കഞ്ചാവാണെങ്കിൽ അടിച്ച് മൂലേ കിടക്കുകയുള്ളൂ സാർ എന്നാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അവരത് തന്നെ. ഞാനിപ്പോൾ സംശയം ഉണ്ടായിട്ട് ചോദിച്ചു, എടോ ഇപ്പോൾ പണ്ട് കഞ്ചാവ് വലിക്കുന്നത് ഇപ്പോഴും അവർ വലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ അവരോട് ചോദിക്കുകയാണോ ഇത് ഇപ്പോൾ എങ്ങനെ ഇങ്ങനെ? അയ്യോ സാർ ഇത് പഴയ നമ്മുടെ കഞ്ചാവ്, നല്ല കഞ്ചാവൊന്നുമില്ല സാർ, ഇത് ഏതെങ്കിലുമൊക്കെ ഇല വെച്ചിട്ട് അതിനകത്തിലൊക്കെ ഇതേമാതിരി ഡ്രഗുകൾ ചേർത്തിട്ടാണ് സാർ തരുന്നത്, ഞങ്ങൾക്കൊന്നും വലിക്കാൻ പറ്റില്ല എന്ന് പറയും. മുമ്പ് ചെറുതായിട്ടൊക്കെ വലിച്ചുകൊണ്ടിരുന്ന ആൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് വലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആകെ മാറിപ്പോയി. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാനുമില്ല. കാരണം നമ്മളിപ്പം നമ്മൾ ബ്രത്ത് അനലൈസർ വെച്ചതിന് ശേഷം മദ്യപിച്ച് കണ്ടുപിടിക്കും. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ രക്തം എടുത്ത് പരിശോധിച്ച് കൊണ്ടുപോയി ഇവൻ മയക്കമരുന്ന് കഴിക്കുന്നത് കണ്ടുപിടിച്ചതിന് ശേഷം ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ, നടപടിക്ക് വിധേയനാക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇതിനകത്തിലെ ഈ നടപടിക്രമങ്ങളിലെ സങ്കീർണത, അതായത് പോലീസിൻ്റെയോ എക്സൈസോ അത് സീസ് ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുക്കുന്നവിടത്തിൽ അതിൻ്റെ അതീവ സങ്കീർണമായ അതീവ ബുദ്ധിമുട്ട് പ്രകാരമായ അങ്ങനെ ഈ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് എല്ലാ ഉത്തരവാദിത്വവും കൊണ്ടുവരുന്ന അനാവശ്യമായ ഒരുപാട് നിബന്ധനകൾ ഇതിനകത്ത് വെച്ചതുകൊണ്ട് ഈ കേസുകളൊന്നും മര്യാദയ്ക്ക് ഡിറ്റക്റ്റ് ചെയ്യാനോ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂനത, അന്വേഷണത്തിൽ ഏതെങ്കിലും ചെറിയ അപാകതയുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂനത, അവിടെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പേര് പറഞ്ഞ് ജാമ്യം കൊടുക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന പല കോടതികളും ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞ് സമൂലമായിട്ട് എന്ത് ചെയ്തു, ഈ മരുന്ന് ഉപയോഗിക്കുന്നവരും കടത്തുന്നവനും വിൽക്കുന്നവനും ഒക്കെ സൗകര്യപ്രദമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ അക്രമവും, അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും മർദ്ദിച്ചു കഴിഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ല. കേസെടുത്താൽ ആ ഉദ്യോഗസ്ഥൻ അപകടത്തിലാവുന്നു. എങ്ങനെ നടക്കും? ഇത് ഞാൻ പറയുന്നത് അവർക്ക് പൂർണ്ണമായ അധികാരം കൊടുക്കുക, യാതൊരു രീതിയിലും ഇടപെടലും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ പോലും മേലുദ്യോഗസ്ഥന്മാർ ആരിടപെട്ടാലും നിങ്ങളുടെ പണിയെടുക്കുന്ന തൻ്റെ ഇടത്തോടു കൂടി പറയുന്നൊരു മേലധികാരി വിഭാഗം ഇവിടെ ഉണ്ടാകണം. അതുണ്ടായില്ലെങ്കിൽ സ്വാധീനം വരും. അത് പണം വാങ്ങിയിട്ടായിരിക്കും, മറ്റ് രാഷ്ട്രീയ സ്വാധീനമായിരിക്കും, അല്ലെ മറ്റേതെങ്കിലും രീതിയിലുള്ള സ്വാധീനമായിരിക്കും. എന്തായാലും ശരി, ഈ രീതിയിൽ പ്രത്യേകിച്ച് നാർക്കോട്ടിക്സിനെ നേരിടുന്ന ഉദ്യോഗസ്ഥന്മാർ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥനായാലും ശരി, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് എക്സൈസിലെയും പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ. അത് പൂർണ്ണമായിട്ട് ഇത് നിയന്ത്രിക്കാൻ മാത്രമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കുകയും ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പൂർണ്ണമായ സംരക്ഷണവും സ്വാതന്ത്ര്യവും ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നേരത്തെ ചോദിച്ച പ്രതിബന്ധം എന്ന് പറയുന്നത്. അത് മാറ്റാത്തടത്തോളം കാലം നമുക്കിതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഈ പരിമിതികളുടെ ഉള്ളിൽ നിന്ന് ശക്തമായ രീതിയിൽ എടുക്കാനുള്ള ആത്മധൈര്യം, അതുപോലെ സ്വാതന്ത്ര്യം ഈ വിഭാഗക്കാർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.